നിതിൻ രാജിന്റെ മരണത്തിൽ പുതിയ അന്വേഷണ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് കുടുംബം. പോലീസ് പ്രതി റാമിനെ സഹായിക്കുകയായിരുന്നു. സുപ്രീംകോടതി ഇടപെട്ടതുകൊണ്ടാണ് റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിർബന്ധിതരായതെന്ന് നിതിൻ രാജിന്റെ സഹോദരൻ നിക്ത മീഡിയ വണ്ടിയുണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തെ മാറ്റി ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്. ഇതിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നത് നിതിൻ രാജിന്റെ കുടുംബമാണ്. നിതിൻ രാജിന്റെ സഹോദരി മീഡിയ വണ്ണൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ മാറ്റിയിരിക്കുകയാണ്. കുടുംബത്തിന്റെ കൂടി ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയ അന്വേഷണ സംഘത്തെ നോക്കുകയാണെന്ന്? അവരന്വേഷണം ആരംഭിച്ചിട്ടില്ല, ഇന്ന് തൊട്ട് തുടങ്ങത്തേ ഉള്ളൂ. പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണം എങ്ങനെയായിരുന്നെന്ന് ഇന്നലത്തെ ഒരു സംഭവത്തോടുകൂടി നമുക്ക് മനസ്സിലായി. രാവിലെ പോയി അറസ്റ്റ് ചെയ്യുന്നു, വൈകുന്നേരം വിട്ടയക്കുന്നു. സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോയിട്ട് പോലും ജാമ്യം തള്ളിയ ഒരു കേസിന് നിസ്സാരമായിട്ട് അവർ വന്ന് തലശ്ശേരിയിൽ നിന്ന് ജാമ്യം എടുത്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് എത്തിച്ചു വെച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെന്നല്ല, പോലീസ് തീർച്ചയായിട്ടും അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതല്ലെന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്നലെ തന്നെ അയാൾക്ക് ജാമ്യം കൊടുത്ത് വിടത്തില്ലായിരുന്നു. ഇന്നലെ രാവിലെ രാത്രി പിടിച്ചു, രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കോടതിയിൽ കൊണ്ടുപോയി. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് കാരണം വിട്ടു അയച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ആദ്യമേ പറഞ്ഞ് ഇവരുടെ അന്വേഷണത്തിൽ നമുക്ക് താല്പര്യമില്ല, തൃപ്തിയില്ല എന്നുള്ള കാര്യം നമ്മൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ പേരിലാണ് ഇന്നലെ വേറൊരു അന്വേഷണ സംഘത്തെ നിയമിച്ചത്. അപ്പോൾ ഇന്ന് തൊട്ട് അവരന്വേഷണം ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിനി കണ്ടിരുന്ന് അറിയാനേ പറ്റത്തുള്ളൂ. ആഭ്യന്തര വകുപ്പെന്നോ അല്ലെങ്കിൽ പുതിയ അന്വേഷണ സംഘത്തെന്നോ എന്തെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നു? ഇല്ല, ഇന്നലെ ആയതില്ലുള്ളൂ. ഇന്നോട്ട് അവർ ചാർജ് എടുക്കുകയുള്ളൂ. ഇതുവരെയ്ക്കും വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നോട്ട് ചാർജ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നെങ്കിലും നമുക്ക് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ നിമിഷം വരെയും നമുക്കത് കിട്ടിയിട്ടില്ല. ഇന്നലെ നടന്ന സംഭവത്തോടു കൂടി കിട്ടുമോ എന്നുള്ളൊരു സംശയം പോലും നമ്മുടെ ഉള്ളിലുണ്ട്.